ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. പാവറട്ടിയിൽ മിന്നൽ ചുഴലി. ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു വീണു. മഴ കനത്തതോടെ അപകടക്കെണിയായി ചാവക്കാട് ദേശീയപാതയിലൂടെയുള്ള യാത്ര. പുതിയതായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട കോട്ട റൂട്ടിൽ നിയന്ത്രണമിട്ട ട്രാവലർ തൊമ്മാനപ്പാടത്തേക്ക് മറിഞ്ഞു. 20ഓളം പേർക്ക് നിസ്സാര പരിക്കേറ്റു. വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ തള്ളിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യിക്കാതെ നഗരസഭാ അധികൃതർ. ഇതുമൂലം പകർച്ചവ്യാധി ഭീഷണിയിൽ ജനങ്ങൾ. മുള്ളൂർക്കരയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാകുമെന്ന ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. തൃശൂർ നഗരത്തിൽ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ പഴയ കെട്ടിടം പൊളിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. പൊളിക്കൽ നിർത്തിവെപ്പിച്ച കോർപ്പറേഷൻ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലവിലുണ്ട്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. തീരത്തുള്ളവരും ജാഗ്രത പാലിക്കണം. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനും ഇടയുണ്ട്. ഗുജറാത്ത് തീരത്തെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറിയേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പാവറട്ടി പഞ്ചായത്ത് 15-ാം വാർഡിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണു. പാമ്പിങ്ങൽ മുരളിയുടെ വീട്ടിലെ ഐനിമരം വീണു. ജനമൈത്രി റോഡിന് സമീപം താമസിക്കുന്ന കുറ്റിക്കാട്ട് അന്തോണിയുടെ വീടിന് മുകളിൽ പ്ലാവ് വീണു. നീലങ്കാവിൽ എൻജെലിയോയുടെ വീട്ടിൽ 2 മാവും വീണു. നാശനഷ്ടമുണ്ടായി. പുത്തൂർ ഡേവീസിന്റെ വീട്ടിലെ ഷീറ്റ് പറന്നുപോയി. വാർഡിൽ നിരവധി തെങ്ങും മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റും കാറ്റിൽ ഒടിഞ്ഞു വീണിട്ടുണ്ട്. മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ പ്രവർത്തിക്കുന്നത് 11 ക്യാമ്പുകൾ. 54 കുടുംബങ്ങളാണ് ക്യാമ്പുകളിലുള്ളത്. 24 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ 11 വീടുകൾക്ക് ഭാഗികമായും 1 വീടിന് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ചു. കനത്ത മഴയിൽ ചാലക്കുടി താലൂക്കിൽ ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നു. കനത്ത മഴയിൽ കുന്നംകുളം ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു. ചൊവ്വന്നൂർ അയ്യപ്പത്ത് റോഡിൽ കോലാടിപ്പറമ്പിൽ ബിജേഷും കുടുംബവും താമസിച്ചിരുന്ന വീടാണ് തകർന്നത്. പുലർച്ചെ 4 മണിയോടെ വീടിന്റെ ചുവരുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട ബിജീഷും ഭാര്യയും 2 കുട്ടികളടങ്ങുന്ന കുടുംബം പുറത്തേക്ക് ഓടി നിമിഷങ്ങൾക്കുള്ളിൽ വീട് പൂർണ്ണമായും നിലം പൊത്തുകയായിരുന്നു. കുടുംബക്ഷേത്രത്തിൽ പോകുന്നതിനായി ബിജേഷ് നേരത്തെ എഴുന്നേറ്റിരുന്നു. ഈ നേരത്താണ് ചുമർ പൊട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെയാണ് ഭാര്യയും കുട്ടികളുമായി പുറത്തേക്ക് ഓടിയത്. ഗുരുവായൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു വീണു. ബ്രഹ്മകുളം വട്ടംപറമ്പിൽ വത്സല വിജയന്റെ വീടാണ് തകർന്നത്. വീടിന് മുൻവശത്തെ പൂജാമുറിയുടെ ഓടുകളും കഴുക്കോലും നിലംപൊത്തി. ചുമരും ഇടിഞ്ഞു വീണു. വാർഡ് കൌൺസിലർ അജിത, മുൻ കൌൺസിലർ ജലീൽ പണിക്ക് വീട്ടിൽ വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തെക്കുംകര വീരുപ്പാക്കയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പുളിമരം വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ് വീട് തകർന്നു. ആർക്കും പരിക്കില്ല. നമ്രത്ത് തങ്കമ്മയുടെ വീടിന് മുകളിലേക്കാണ് പുളിമരം കാറ്റിൽ മറിഞ്ഞു വീണത്. വീട്ടിൽ ഉറങ്ങുകയായിരുന്നവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തങ്കമ്മയും മരുമകൾ പ്രീതയും 2 മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. കനത്ത മഴയെ തുടർന്ന് പള്ളിപ്പുറം ആലപ്പാട് റോഡിൽ വെള്ളം കയറി. ഇരുവശത്തുമുള്ള കോൾപ്പാടങ്ങൾ നിറഞ്ഞു കവിഞ്ഞാണ് റോഡിലേക്ക് വെള്ളം കയറിയത്. മനക്കൊടി പുള്ള് റോഡ്, മനക്കൊടി കോടന്നൂർ റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. മഴ തുടർന്നാൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുമെന്ന സ്ഥിതിയാണ്. ചാഴൂർ, പാർലം, അരിമ്പൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള നിരവധി വീടുകളുടെ പരിസരം വെള്ളത്തിലായി. കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ കയ്പമംഗലം, എടത്തിരുത്തി പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കയ്പമംഗലത്ത് കൂരിക്കുഴി ബാബു ലുലു മദ്രസയിലാണ് ക്യാമ്പ് തുറന്നത്. പഞ്ചായത്തിലെ 2-3 വാർഡുകളിൽ നിന്നുള്ള 5 കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത്. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെയാണ് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്. എടത്തിരുത്തി പഞ്ചായത്തിൽ ചാമക്കാല സ്കൂളിൽ ക്യാമ്പ് തുറന്നു. 6-ാം വാർഡ് കോഴിത്തുമ്പ് പ്രദേശത്ത് നിന്നുള്ള 10 കുടുംബങ്ങളിൽ നിന്നുള്ള 18 പേരാണ് ക്യാമ്പിലുള്ളത്. കനോലി കനാൽ കര കവിഞ്ഞതോടെയാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത്.
കുഴൂർ എരവത്തൂരിൽ വാഴത്തോട്ടത്തിൽ വെള്ളം കയറി. ഐരാണിക്കുളം സ്വദേശിയും പഞ്ചായത്ത് അംഗവുമായ PS സന്തോഷ് കുമാറിന്റെ 2500ഓളം ഏത്തവാഴകളാണ് വെള്ളത്തിലായത്. കനത്ത മഴയിൽ വെള്ളം ഒഴുകിപ്പോകാതെ കൃഷിയിടത്തിൽ കെട്ടിനിടക്കുന്ന സ്ഥിതിയാണ്. ആലപ്പാട് പൊറത്തൂരിൽ വെണ്ണീറായി സങ്കേതത്തിന് സമീപം തെങ്ങ് വീണ് വീടിനും കാറിനും കേടുപാട് പറ്റി. 3 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. കുന്നത്ത് ലൌലി ജോഷിയുടെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. മഴ കനത്തതോടെ അപകടക്കെണിയായി ചാവക്കാട് ദേശീയപാതയിലൂടെയുള്ള യാത്ര. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരുചക്രയാത്രികർ ജീവൻ പണയപ്പെടുത്തിയാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. കുഴിയിൽ വീണ് അപകടം പതിവാണ്. തിരുവത്ര ഭാഗത്താണ് കൂടുതൽ അപകടം. വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കുഴികൾ കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. ചില കുഴികൾ വലിയ ആഴമുള്ളതിനാൽ വീണാൽ വാഹനം മറിഞ്ഞ് അപകടമുറപ്പ്. ഇവിടെ ഗതാഗതക്കുരുക്കും പതിവാണ്. ദീർഘദൂര യാത്രികർ അടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. മഴ കനത്താൽ റോഡും ഒലിച്ചു പോകുന്ന സ്ഥിതിയാണ്. പ്രധാന പാത തുറന്നുകൊടുക്കാത്തതിനാൽ സർവീസ് റോഡിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്നത്. TCV ന്യൂസ്, ചാവക്കാട്. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തൊമ്മാനപ്പാടത്തേക്ക് മറിഞ്ഞു. 20ഓളം പേർക്ക് നിസ്സാര പരിക്കേറ്റു. പരിക്കേറ്റവർ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം ആശുപത്രി വിട്ടു. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്നിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് പാടത്തിനോട് ചേർന്നുള്ള ബാരിക്കേഡുകൾ തകർത്ത് മറിയുകയായിരുന്നു. സ്ഥിരം അപകട സ്ഥലമായ ഈ പ്രദേശം ബ്ലാക്ക് സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൈപ്പ് ലൈൻ സ്ഥാപിക്കാനെടുത്ത റോഡിലെ കുഴിയിൽ സ്കൂൾ വാൻ താഴ്ന്നു. വൻ അപകടമൊഴിവായി. കണ്ണാറ ഹണി പാർക്കിന് സമീപമാണ് സംഭവം. തൃശൂർ കോർപ്പറേഷനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനായി പൈപ്പ് ലൈൻ സ്ഥാപിച്ച കുഴിയിലാണ് സ്കൂൾ വാൻ താഴ്ന്നത്. വാഹനത്തിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ തള്ളിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യിക്കാതെ നഗരസഭ അധികൃതർ. ഇതുമൂലം പകർച്ചവ്യാധി ഭീഷണിയിൽ ജനങ്ങൾ. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 14 മേലേമ്പാട്ട് ആലുംചോട് പരിസരത്താണ് വർക്ക്ഷോപ്പ് മാലിന്യം ഗോവ രജിസ്ട്രേഷൻ പിക്കപ്പ് ജീപ്പിൽ കൊണ്ടുവന്ന് തള്ളിയത്. കെമിക്കൽ മാലിന്യം തള്ളൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അധികൃതർ എത്തി സ്ഥലം പരിശോധിച്ചു. മാലിന്യം സ്ഥലത്തു നിന്ന് നീക്കാനും 25,000 രൂപ പിഴ അടയ്ക്കാനും വാഹനവുമായി എത്തിയവർക്ക് നോട്ടീസ് നൽകി. എന്നാൽ 1 ലോഡ് മാലിന്യം നീക്കം ചെയ്ത് ബാക്കി മാലിന്യത്തിന് മുകളിൽ മണ്ണിടാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. ഇതുവരേക്കും യാതൊരു നടപടിയില്ല. ഇവിടെ മണത്തിട്ടിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ആ വെള്ളത്തിന്റെ കളറൊക്കെ കണ്ടറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതിന് ഒരു നടപടി എന്തായാലും കൊടുക്കണം. ഈ വണ്ടിക്കകത്ത് ബുക്കും പേപ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ പോലീസുകാർ വന്ന സമയത്ത് അതിൻ്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ ഒരു നടപടി എടുക്കാനോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നഗരസഭ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഒരു നടപടിയില്ല. ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറി കിട്ടണം. വർക്ക്ഷോപ്പ് മാലിന്യം ഉൾപ്പെടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് പാടത്തോട് ചേർന്നുള്ള നീർച്ചാലിലാണ്. അതിനാൽ തന്നെ മേഖലയിൽ വെള്ളം കെട്ടിനിന്ന സമീപ പ്രദേശങ്ങളിൽ പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം നഗരസഭ മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിയെടുക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. മുള്ളൂർക്കരയിൽ ബീവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസിന്റേതാണ് ഉത്തരവ്. സൌഹാർദ്ദ വില്ല റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. മുള്ളൂർക്കര പഞ്ചായത്തിൽ അകമലിൽ ബിവറേജ് തുറക്കാൻ ഇക്കഴിഞ്ഞ മെയ് 19-നാണ് സംസ്ഥാന എക്സൈസ് കമ്മീഷണർ ലൈസൻസ് അനുവദിച്ചത്. വിജനമായ മേഖലയായതിനാൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാകുമെന്നും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബിവറേജിന്റെ പ്രവർത്തനം ദോഷകരമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് റെസിഡന്റ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അഭിഭാഷകരായ ശ്രീലക്ഷ്മി സാബു, VP മഹേഷൻ എന്നിവർ ഹർജിക്കാർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായി. തൃശൂർ നഗരത്തിൽ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ തിരക്കേറിയ സമയത്ത് പഴയ കെട്ടിടം പൊളിച്ചത് പ്രതിഷേധത്തിന് ഇടയാക്കി. പുത്തൻപള്ളിക്ക് മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ പഴകിയ കെട്ടിടത്തിന്റെ മുകൾ നിലയാണ് ഇപ്രകാരം പൊളിച്ചത്. പൊതുവെ തിരക്കേറിയ പ്രദേശത്ത് ഏറെ തിരക്കുള്ള പകൽ സമയത്താണ് പൊളിക്കൽ നടത്തിയത് എന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നതായി.
കാൽനട യാത്രക്കാരും ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളും ഇടതടവില്ലാതെ കടന്നുപോകുന്ന സ്ഥലത്താണ് സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും നടത്താതെ പൊളിച്ചു നീക്കൽ നടത്തിയത്. തൊഴിലാളികൾ അശ്രദ്ധമായി കെട്ടിടത്തിന്റെ ചുമരുകൾ പൊളിച്ചതോടെ ഇവ നേരെ വന്ന് പതിച്ചത് റോഡിലാണ്. ഇതോടെ സമീപത്തെ വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിവരമറിയിച്ചതിനെ തുടർന്ന് കൗൺസിലർ ജോൺ ഡാനിയലും ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോളയും സ്ഥലത്തെത്തി. പിന്നീട് കോർപ്പറേഷൻ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി സുരക്ഷ ഉറപ്പുവരുത്തി മാത്രം പൊളിക്കൽ നടപടികൾ നടത്തിയാൽ മതിയെന്ന് നിർദ്ദേശിച്ചതോടെ കരാറുകാരൻ താൽക്കാലികമായി പ്രവർത്തികൾ നിർത്തിവെച്ചു. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗം മുൻപ് തകർന്നു വീണിരുന്നു. ഇതോടെ അപകട സാധ്യത കണക്കിലെടുത്ത് കെട്ടിടം പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പൊളിച്ചു നീക്കൽ ആരംഭിച്ചത്. എന്നാൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെയും കോർപ്പറേഷൻ അധികൃതരുടെ മേൽനോട്ടമില്ലാതെയുമാണ് പ്രവർത്തികൾ നടത്തിയത് എന്നത് ഗുരുതരമായ അനാസ്ഥയാണെന്നും വ്യാപാരികളും കൗൺസിലർമാരും ആരോപിച്ചു. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിനോട് ചേർന്ന് നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. തിരക്ക് കുറഞ്ഞ രാത്രി സമയത്ത് സുരക്ഷിതമായി പൊളിച്ചു നീക്കൽ നടത്താനാണ് നിർദ്ദേശം. അതേസമയം ഇപ്പോൾ പൊളിച്ചു നീക്കുന്ന കെട്ടിടത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പഴകിയ കെട്ടിടവും ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയാണ്. TCV തൃശൂർ. പാലപ്പിള്ളിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വീടിന് നേരെ കാട്ടാന ആക്രമണം. പാലപ്പിള്ളി അക്കരപ്പാടി പൂഴിത്തറ സുധീറിന്റെ വീടിന് നേരെയായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. 5 ആനകളാണ് വീട്ടുമുറ്റത്തെത്തി ഭീതി പരത്തിയത്. സരീഷ് വിവരങ്ങളുമായി ചേരുന്നു. സരീഷ്, പാലപ്പിള്ളിയിൽ സ്ഥിരമായ ആനകളുടെ സാന്നിധ്യമുള്ളൊരു പ്രദേശമാണ്. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടർച്ചയായ രണ്ടാം ദിവസവും കാട്ടാന എത്തിയിരിക്കുന്നു. വെറും സാന്നിധ്യം മാത്രമല്ല, അവ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന നാശനഷ്ടങ്ങളും ഭീതി പരത്തുന്നത് തന്നെയാണ്. ഇപ്പോൾ ഒരു വീട്ടുമുറ്റത്തേക്കാണ്, അതും ഒരു ആനയല്ല 5 ആനകൾ കൂട്ടമായാണ് എത്തിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? പറഞ്ഞതുപോലെ തന്നെ ഏറെ നാളുകൾക്ക് ശേഷം ഈ കാട്ടാനകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലും ഏറെ നാളുകൾക്ക് ശേഷം ഇവിടെ ആക്രമണങ്ങൾ ഇപ്പോൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായി രണ്ടാം ദിവസവും ഈ പാലപ്പിള്ളി മേഖലയിൽ അടുത്തടുത്ത പ്രദേശത്തുള്ള മേഖലയിൽ 2 വീടുകൾക്ക് നേരെയാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത്. ഇതിൽ ആർക്കും പരിക്കൊന്നുമില്ല. കാരണം രാത്രിയിലാണ് ഈ ആനകളുടെ ശബ്ദം കേട്ടും ആനകൾ അറിഞ്ഞും വീട്ടുകാർ പുറത്തിറങ്ങാതെയും ഇരിക്കുന്നതാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാത്തതിന് പ്രധാന കാരണം. ഇത് അകത്തിരുന്ന് തന്നെ മറ്റുള്ള വനപാലകരെയും മറ്റുള്ള നാട്ടുകാരെയും ഒക്കെ പരസ്പരം അങ്ങോട്ടും വിളിച്ച് ആളുകൾ ഒത്തുകൂടി എത്തിയിട്ടാണ് ഈ കാട്ടാനകളെ ഈ വീട്ടുമുറ്റിൽ നിന്നും പറമ്പുകളിൽ നിന്നൊക്കെ തുരത്തുന്നത്, കാട് കയറ്റുന്നത്. അതുപോലെ തന്നെ കുറച്ചു നാളുകളായി അവിടെ ആനശല്യം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം പാലപ്പിള്ളി മേഖലയോട് ചേർന്നുള്ള വനാതിർത്തികളോട് ചേർന്നുള്ള തോട്ടം മേഖലയിലും എല്ലാം തന്നെ ഇപ്പൊ കാട്ടാനകളുടെ ശല്യം ഏറെക്കുറെ വർദ്ധിച്ച അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോ 2 ദിവസമായി അവിടെ ആനകളുടെ ശല്യം വളരെയധികം കൂടിയതായി നാട്ടുകാർ പറയുന്നു. കാരണം തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ആദിവാസി വിഭാഗം ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന മേഖലയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം ഈ കാട്ടാന ഇറങ്ങി വീടിന് മുകളിൽ ആക്രമണം നടത്തിയ പരിസരം. അവിടെ ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന വീടുകളുണ്ട്. അവിടേക്ക് പോകുന്ന റോഡുണ്ട്. അതിന്റെ പരിസരത്തുള്ള ഒരു വീടാണ് ഈ പൂഴിത്തറ സുധീറിന്റെ വീട്. അതിന് നേരെയാണ് ഇന്നലെ രാത്രി 5 ആനകളെത്തി ആ വീട്ടുമുറ്റത്ത് വീതി നടത്തിയ ശേഷം കവുങ്ങുകൾ വീടിന് മുകളിലേക്ക് മറിച്ചിടുകയും അതുപോലെ തന്നെ അവരുടെ തൊഴുത്തും കോഴിക്കൂടും തകർക്കുകയും ചെയ്തത്. ഇത് ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ ആനകൾ അവിടെ എത്തിയത്. എന്നാൽ ഈ ആനകൾ മണിക്കൂറുകളോളം അവിടെ വീതി പരത്തിയിരുന്നു. ചിഹ്നം വിളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും അങ്ങനെ ശബ്ദങ്ങളും മരങ്ങളും പട്ടികളുടെ ശബ്ദവും ഒക്കെ കേട്ട് വീട്ടുകാർ ഭീതിയിലായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ്, ചൊവ്വാഴ്ച പുലർച്ചെയാണ് ആനകളെ അവിടെ നിന്ന് കാട് കഴിക്കാനായിട്ട് നടപാടുകാർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും കഴിഞ്ഞത്. കാരണം ഇത്തരത്തിൽ ഈ പ്രദേശത്ത് ഈ ഏറ്റവും കൂടുതൽ ആനകളുള്ള ഈ പ്രദേശമാണ് ഈ പാലപ്പിള്ളി വനമേഖല. അവിടെ തോട്ടം മേഖലയോട് ചേർന്നുള്ള ഈ വീടുകളുള്ള ഒരുപാട് പാടികളുണ്ട്. തോട്ടം തൊഴിലാളി താമസിക്കുന്ന പാടികളുണ്ട്. അവിടെയെല്ലാം ആനകൾ നിരന്തരം വരുന്നു എന്ന വാർത്തകൾ മുമ്പൊക്കെ നമ്മൾ നൽകാറുണ്ട്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ മഴശക്തമായ ഈ സമയത്ത് ഈ ആനകളുടെ ശല്യം ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ആനകൾ പറമ്പുകളിൽ എത്തിയാൽ തന്നെ അറിയാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഈ സമയത്തൊക്കെ വീടുകൾ പുറത്തിറങ്ങേണ്ട അവസ്ഥ അവർക്ക് വന്നു കഴിഞ്ഞാൽ ആനകളെ കാണാൻ പറ്റില്ല. കാരണം രാത്രികളിൽ ഈ ശക്തമായ മഴ പെയ്താൽ വൈദ്യുതി ഉണ്ടാവുന്ന അവസ്ഥയിൽ വെളിച്ചക്കുറവുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഈ വീട്ടുകാർ പുറത്തിറങ്ങിയാൽ ഒരു അപകടം പ്രതീക്ഷിക്കുക തന്നെയാണ് അവിടെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ കാട്ടാനകളെ അതിർത്തികളിൽ സൗരോർജ്ജ രേഖ അതുപോലുള്ള മറ്റ് ഇടങ്ങളൊക്കെ സ്ഥാപിച്ച് ആളുകളെ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാനുള്ള മാർഗങ്ങൾ ഒരുക്കണമെന്ന് തന്നെയാണ് ഏറെ നാളത്തുള്ള
ഈ പാലപ്പള്ളി മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം അത് ഇപ്പോഴും ഒന്നും ഇതുവരെ നടപ്പായിട്ടില്ലെന്ന് തന്നെ പറയാം. അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ സൗരോർജ്ജത്തിൽ തീർത്ത് കാട്ടാനകളുടെ ശല്യം ഒഴിവാക്കണം, ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ അതുപോലെ വലിയ എത്താതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ അഭിപ്രായം. സരീഷ്, നിരന്തരമായി സൗരോർജ്ജ വേലി വേണമെന്നൊരാവശ്യം നാട്ടുകാർ അല്ലെങ്കിൽ അവിടുത്തെ പ്രദേശക്കാർ ഉന്നയിക്കുമ്പോഴും എന്താണ് അതിനൊരു തടസ്സമായി വനംവകുപ്പ് പറയുന്നത്? കാരണം കാലങ്ങളായി നമുക്കറിയാവുന്നതുപോലെ പാലപ്പള്ളിയിൽ ആനകളുടെ ഒരു സ്ഥിര സാന്നിധ്യമുള്ള പ്രദേശമാണ്. ഭീതിയോടുകൂടി വീട്ടുമുറ്റത്ത് ആന നിൽക്കുമ്പോൾ ഭീതിയോടുകൂടി വീടിനകത്തിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭീതികരമായ ഒരു അവസ്ഥയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും സൗരോർജ്ജ വേലി പോലും ആ പ്രദേശത്ത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ് അതിന് വനംവകുപ്പ് പറയുന്ന ഒരു ന്യായീകരണം? ഇത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ഈ സൗരോർജ്ജ വേലി സ്ഥാപിക്കണം, അതുപോലെ തന്നെ ഈ കിണറുകൾ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വരുന്ന കാര്യം തന്നെയാണ്. പക്ഷെ പലയിടങ്ങളിലും സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നുണ്ടെങ്കിലും അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും അതിന് തയ്യാറാകുന്നതാണ് യാഥാർത്ഥ്യം. കാരണം പല സ്ഥലങ്ങളിലും ഈ കോട്ടന്റെ ഹാരിസൺ അതുപോലെ തന്നെ കൊച്ചിൻ എന്ന് പറയുന്ന ഈ റബ്ബർ എസ്റ്റേറ്റുകളുടെ പരിധി അവിടെ കണ്ടമാനമുണ്ട്. അതുപോലെ തന്നെ അവരുടെ അതിർത്തി പ്രദേശങ്ങളൊക്കെ വനം തന്നെയാണ്. ഈ വനമേഖലയിലും ഈ കൂടുതൽ സൗരോർജ്ജ വേലി ഈ കമ്പനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഒരു ഏരിയ മാത്രമാണ്, ഒരു ഭാഗത്ത് മാത്രമാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. കാരണം ഈ പ്രദേശം പാലപ്പള്ളി തുടങ്ങി ചിമ്മിക്കാം വരെയുള്ള ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളുണ്ട്. ആ ഭാഗങ്ങളിലേക്കൊക്കെ ഈ ആനത്താര പോകുന്ന വഴികളൊന്നും ഈ പറഞ്ഞ പോലെ സൗരോർജ്ജ വേലി തീർക്കാൻ സാധിക്കില്ല. കാരണം അത് വനംവകുപ്പ് ഒരിക്കലും അതിന് അനുമതി കൊടുക്കില്ല. പിന്നെ മറ്റുള്ള ജനവാസ മേഖലയോട് ചേർന്നുള്ള വനാതിർത്തികൾ സൗരോർജ്ജ വേലി തീർക്കുന്നതിനായി ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട്. അതിന് സർക്കാർ ഇടപെടുന്നു. അത് അത്രയധികം ഫണ്ട് ചെലവാകുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന് ഇത്രയേറെ ഫണ്ട് ചെലവഴിക്കാനായിട്ടുള്ള നടപടികളൊന്നും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോ നിലവിൽ ഈ സൗരോർജ്ജ വേലി മാത്രം തീർത്തുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്നുള്ള അഭിപ്രായം കൂടി അവരുടെ ഭാഗത്ത് വരുന്നുണ്ട്. കാരണം ആനകൾ ഈ സൗരോർജ്ജ വേലിയൊക്കെ പകൽ സമയങ്ങളിൽ പോലും കൂടെയുള്ള ആനകൾ ഈ സൗരോർജ്ജ വേലി തകർത്ത് ജനവാസം മേഖലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് തീർത്തും ഇല്ലാതാക്കാനായിട്ട് ആനകൾ കൂടുതൽ ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ ആനകൾ റോഡിലേക്ക് വരുന്ന ആനകൾ അതുപോലെ തന്നെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ആനകളെ തടയാൻ കിടങ്ങുകൾ സ്ഥാപിച്ച് ആനകളെ വനപ്രദേശങ്ങളിൽ തന്നെ നിർത്തണമെന്നുള്ള ആവശ്യമാണ് പ്രായോഗികമായിട്ടൊരു കാര്യം. അതിനും ഈ പറഞ്ഞ പോലെ നല്ല ചെലവുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് വേണ്ടത്. അതിനും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ ഇടപെടൽ തന്നെ ഉണ്ടായാലേ ഈ ആനശല്യത്തിന് ഒരു പരിധി വരെ അവിടെ ഒരു ഗമനം ഉണ്ടാവുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി സരീഷ്, വിവരങ്ങൾ നൽകിയതിന്. പാലപ്പള്ളിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും കാട്ടാനയുടെ ആക്രമണം. വീട്ടുമുറ്റത്തെത്തി ആന, അതും കാട്ടാനക്കൂട്ടമാണ്. 5 ആനകൾ അടങ്ങുന്ന കാട്ടാനക്കൂട്ടമാണ് വീടിന്റെ മുറ്റത്തെത്തിയത്. വിവരങ്ങളാണ് സരീഷ് നൽകിയത്. എന്തായാലും സർക്കാർ ഉചിതമായ ഒരു നടപടി ഈ ഒരു കാര്യത്തിൽ എടുക്കണം എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെയും ആവശ്യം. മറ്റു വാർത്തകൾക്ക് മുൻപ് ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ചായപ്പൻകുഴി പൊന്നമ്പുഴിയോളിയിൽ കപ്പേളയുടെ രൂപക്കൂട് കല്ലെറിഞ്ഞ് തകർത്ത നിലയിൽ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുള്ളതായി പറയുന്നു. കപ്പേളയുടെ അകത്തെ രൂപം ഒരു വശത്തേക്ക് വീണ നിലയിലായിരുന്നു. വിവരമറിഞ്ഞ പുളിങ്കര സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിജി കുന്നേൽ സ്ഥലത്തെത്തി. വിവിധ ജനപ്രതിനിധികളും സാമുദായിക നേതാക്കളും സംഭവസ്ഥലം സന്ദർശിച്ചു. ചാവക്കാട് മുനയ്ക്കക്കടവിൽ കടക്ഷോഭം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം. KS പാർവതിയെയാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. മുനയ്ക്കക്കടവ് ഇക്ബാൽ നഗർ നിവാസികളായ ഒരു കൂട്ടം യുവാക്കളാണ് കയ്യേറ്റത്തിന് ശ്രമിച്ചതെന്ന് മാധ്യമ പ്രവർത്തക ചാവക്കാട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയും. ഒരു വീഡിയോ എടുക്കണ്ട, ഞങ്ങളെ മൊബൈലാണ് ഫോട്ടോ എടുത്തോ. വീഡിയോ എടുക്കാൻ പറ്റൂലെന്നറിയില്ലേ? ഞങ്ങൾ പോയിക്കോന്നറിയില്ലേ? മൊബൈലായിട്ട് പോയിക്കോ, ഞങ്ങൾ പോയിക്കോന്ന് പറയണേ. ഞങ്ങൾ അവർക്ക് ന്യൂസായി ഞങ്ങളിവിടെ ദൂരേക്കല്ലേ
ഇതിനെന്താ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഈ വീഡിയോ എടുക്കണേ നിങ്ങൾ എന്തും ചെയ്യാൻ പറ്റുമോ? ചാനലുകൾ കുറെ ചാനലുകൾ വരും ഇവിടെ. പറ്റൂല, സമ്മതിക്കൂല, പിന്നെ വീഡിയോ എടുക്കരുത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. നാളെ നിശബ്ദ പ്രചരണമാണ്. വ്യാഴാഴ്ച നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ടവകാശം രേഖപ്പെടുത്തും. 23-ന് ജനവിധി അറിയാം. 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് മണ്ഡലം. പ്രചരണ കാലയളവ് അവസാനിക്കുന്നതോടെ നിയമവിരുദ്ധമായ സംഘം ചേരൽ, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ, മൈക്ക് അനൗൺസ്മെന്റ്, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധിയായ കാര്യങ്ങളുടെ പ്രദർശനം എന്നിവയ്ക്ക് വിലക്കേർപ്പെടുത്തും. 263 പോളിംഗ് ബൂത്തുകളിലേക്ക് റിസർവ് ഉൾപ്പെടെയുള്ള മെഷീനുകൾ ഉപതെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുണ്ട്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിലെ ചോർച്ച പരിശോധിക്കുന്നതിനിടെയുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. വട്ടണാത്ര കൈനത്തൂടൻ വീട്ടിൽ 62 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മെയ് 30-ന് കണ്ണമ്പത്തൂർ പൊന്നാമ്പടി ബിന്ദുവിന്റെ വീട്ടിലായിരുന്നു സംഭവം. അപകടത്തിൽ ഗുരുതരമായ പൊള്ളലേറ്റ ബിന്ദു ചികിത്സയിലാണ്. ഗ്യാസ് സിലിണ്ടർ സർവീസ് ചെയ്യാനെത്തിയ അശോകൻ അടുക്കളയിൽ സിലിണ്ടർ പരിശോധിക്കുന്നതിനിടെയായിരുന്നു അപകടം. മുരിക്കുങ്ങൽ മുപ്പിളി റോഡിലെ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ വനത്തിനുള്ളിലെ തോട്ടത്തിൽ പുരുഷന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തി. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടെ ആദിവാസികളാണ് മൃതദേഹം കണ്ടെത്തിയ വിവരം വനപാലകരെ അറിയിച്ചത്. വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ കെ കൃഷ്ണൻ, ഫോറൻസിക്, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മുപ്പിളിയിലുള്ള ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് 1 മാസം മുൻപ് കാണാതായ ആളുടെ മൃതദേഹമാണ് ഇതെന്ന് സംശയിക്കുന്നു. ഇയാളുടേതെന്ന് കരുതുന്ന ഷർട്ട് മൃതദേഹത്തിനരികിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. വേലൂർ കുറുമാലിൽ കടന്നലുകളുടെ ആക്രമണത്തിൽ 3 പേർക്ക് സാരമായി പരിക്കേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികളായ ചീരോത്ത് വീട്ടിൽ മിനി, നെല്ലിക്കൽ വീട്ടിൽ വത്സ എന്നിവർക്കും നാട്ടുകാരനായ തോപ്പിൽ ജെമിനുമാണ് കടന്നൽ കുത്തേറ്റത്. കുറുമാലിക്കാവ് ക്ഷേത്രത്തിന് സമീപം തൊഴിലുറപ്പ് പണിക്ക് വന്നതായിരുന്നു മിനിയും വത്സയും. കാറ്റിൽ കൂടിളകി കൂട്ടത്തോടെ പറന്നെത്തിയ കടന്നലുകൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജെമിന് കുത്തേറ്റത്. 3 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാനകളുടെ അഭാവം മൂലം ഓട്ടുപാറ കുന്നംകുളം സംസ്ഥാന പാതയിലെ ഒന്നാംകല്ല് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിന് ശേഷം കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന്റെ മുന്നോടിയായി കാനകൾ വൃത്തിയാക്കാത്തതും ചിലയിടങ്ങളിൽ കാനകൾ ഇല്ലാത്തതും റോഡിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു. വെള്ളം ഒഴുകിപ്പോകാനുള്ള നടപടി അധികൃതർ കൈക്കൊണ്ടില്ലെന്ന പരാതിയും ശക്തമാണ്. ചെറിയൊരു മഴ പെയ്താലും നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിനാൽ വെള്ളം സംസ്ഥാന പാതയിലേക്ക് കവിഞ്ഞൊഴുകും. ഇതിനു പുറമെ ചില ഭാഗങ്ങളിലെ കാനകൾ നവീകരിക്കുന്നതിന്റെ ഭാഗമായി മണ്ണ് റോഡിന്റെ വശങ്ങളിൽ കൊണ്ടിട്ട് മൺകൂനകളായി മാറി. അടിയന്തര പ്രശ്നങ്ങളിൽ അധികൃതർ നിസ്സംഗത പുലർത്തുകയാണെന്ന പരാതിയും വ്യാപകമാണ്. വെള്ളക്കെട്ടുണ്ടായാൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ വരുമെന്ന് നാട്ടുകാർ പറയുന്നു. 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിലാണ് അപകട സാധ്യതയുമായി വെള്ളക്കെട്ട് തുടരുന്നത്. TCV വടക്കാഞ്ചേരി. തണൽമരം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വധൂവരന്മാരെ കണ്ടെത്തുന്നതിനുള്ള 5ാമത് മഹാസംഗമം ഈ മാസം 24-ന് തൃശൂർ ടൗൺ ഹാളിൽ നടക്കും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണിവരെ നടക്കുന്ന മഹാസംഗമത്തിന്റെ ഉദ്ഘാടനം MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിക്കും. സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരിൽ നിന്നും യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് 24-ാം തീയതി സ്പോട്ട് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ തണൽമരം ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ താനൂർ, സ്വാഗത സംഘം ചെയർപേഴ്സൺ ഷാബിറ ചാലക്കുടി, കൺവീനർ സുമതി ബാബുക്കുട്ടൻ, ട്രഷറർ സമീർ മേത്തർ, വൈസ് ചെയർമാൻ KV രതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. പൂജയുടെ മറവിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ജീവനക്കാരനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ ജീവനക്കാരനായ TA അരുണാണ് അറസ്റ്റിലായത്. 2 കുട്ടികളുടെ അമ്മയായ 38-കാരിയാണ് പരാതിക്കാരി. കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സ്ആപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. കോൺഗ്രസ് ചന്ദ്രാപ്പിനി 12-15 വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം കണ്ണമ്പുള്ളിപ്പുറത്ത് നടത്തി. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടൻ ജില്ലാ ചെയർമാൻ അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. KV ലോഹിതാക്ഷൻ അധ്യക്ഷനായി. CS രവീന്ദ്രൻ, സജയ് വൈനപ്പള്ളി, PD സജീവൻ, ഉമറുൽ ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു.
വിനോദവും വിജ്ഞാനവും പങ്കുവച്ച 30 വർഷമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കേരള വിഷന്റെ തൃപ്രയാർ മേഖല ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ തൃപ്രയാർ മീഡിയ കൺവെർജൻസ് SSLC+2 വിജയികളെ അനുമോദിച്ചു. ഉപഭോക്താക്കളുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. തൃപ്രയാർ കിഴക്കേനട കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷനായി. CC മുകുന്ദൻ MLA സൗജന്യ ബ്രോഡ്ബാൻഡ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തക ഷാനി പ്രഭാകർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ P. സരിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, TMC മാനേജിംഗ് ഡയറക്ടർ TD സുഭാഷ്, EL ടോണി, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, എക്സൈസ് ഇൻസ്പെക്ടർ N. രാജേഷ്, ചലച്ചിത്ര സംവിധായകൻ സജീവൻ അന്തിക്കാട്, COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD ജയപ്രകാശ്, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ, മേഖലാ പ്രസിഡന്റ് TM റഹീം, സെക്രട്ടറി KR സുമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സ്വന്തം വൃക്കദാനം ചെയ്ത ജീവകാരുണ്യ പ്രവർത്തകൻ ഷൈജു സായിറാമിനെ ചടങ്ങിൽ ആദരിച്ചു. TCV തൃപ്രയാർ. കോടാലി കാർഷികോൽപാദന സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘം അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു. അനുമോദന യോഗം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് PS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, EK ശശീന്ദ്രൻ, CS സുരമ്യ എന്നിവർ സംസാരിച്ചു. ചൂലന്നൂർ മയിൽ സങ്കേതത്തിൽ സന്ദർശകരേറുന്നു. കേരളത്തിലെ ഏക മയിൽ സങ്കേത കേന്ദ്രമായ ചൂലന്നൂർ ട്രക്കിങ്ങിനും അനുയോജ്യമാണ്. തൃശൂർ, പാലക്കാട് ജില്ലകളിലായി നിലകൊള്ളുന്ന ചൂലന്നൂർ മയിൽ സങ്കേതം ചിലവ് കുറഞ്ഞ രീതിയിൽ ട്രക്കിംഗ് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ കേന്ദ്രമാണ്. 202 ഹെക്ടർ പാലക്കാട് ആലത്തൂർ റേഞ്ചിന്റെയും 140 ഹെക്ടർ തൃശൂർ വടക്കാഞ്ചേരി റേഞ്ചിന്റെയും കീഴിലാണ് ഈ മയിൽ സങ്കേതം. തിരുവല്ലാമല, പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തുകളിലാണ് സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രവനം, ശലഭോദ്യാനം, ഹെറിറ്റേജ് ഗാർഡൻ, ഔഷധ സസ്യോദ്യാനം എന്നിവയാണ് പ്രധാന ആകർഷണം. 2 കിലോമീറ്റർ യാത്രയുള്ള ചിലമ്പത്തൊടി ട്രക്കിങ്ങിന് 6 പേർക്ക് 200 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. 4 കിലോമീറ്റർ 3 മണിക്കൂർ യാത്ര ചെയ്ത് ആനയടിയൻ പാത വരെയുള്ള 3 പേർക്കുള്ള ട്രക്കിങ്ങിന് 900 രൂപയാണ് ചാർജ്. 5 കിലോമീറ്റർ നടന്ന വാച്ച് ടവർ എത്തുന്നതിന് 3 പേർക്ക് 900 രൂപ. ആയിക്കുറിശ്ശിയിലേക്ക് 6 മണിക്കൂർ കൊണ്ട് 8 കിലോമീറ്റർ 3 പേർക്ക് 1800 രൂപ എന്നിങ്ങനെയാണ് ചാർജ് ഈടാക്കുന്നത്. ഗൈഡിന്റെയോ വാച്ചറുടെയോ സേവനമില്ലാതെ 40 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് സഞ്ചാരികൾക്ക് സ്വയം ഈ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്യാം. പേടി കൂടാതെ എല്ലാത്തരം പക്ഷിമൃഗാദികളെയും കണ്ട് മണ്ണറിഞ്ഞ് മനസ്സ് നിറഞ്ഞ് മൺസൂൺ യാത്രയ്ക്ക് പറ്റിയ ഇടമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം. TCV ന്യൂസ്, തിരുവല്ലാമല. കനത്ത മഴയിൽ തിരുവല്ലാമല പഞ്ചായത്തിലെ നെൽ കർഷകർ ആശങ്കയിൽ. അതിശക്തമായ മഴ കാരണം നട്ട ഞാറുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇത്തരത്തിൽ 2 ദിവസം കൂടി മഴ പെയ്താൽ ഞാറുകൾ അഴുകിപ്പോകുമെന്ന് കർഷകർ പറയുന്നു. നിരവധി കർഷകർ വിള ഇൻഷുറൻസ് എടുത്തിട്ടില്ല. 1 ഏക്കർ സ്ഥലം നിലമൊരുക്കി ഞാറുനടിയിലാകുമ്പോഴേക്കും ഏകദേശം 15,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. വിളനാശം സംഭവിച്ചാൽ സാധാരണക്കാരായ കർഷകർക്ക് വലിയ തിരിച്ചടിയാകും. വൈസ്മാൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡിസ്ട്രിക്ട് 2വിന്റെ സമ്മേളനവും പുതിയ ഡിസ്ട്രിക്ട് ഗവർണറുടെ സ്ഥാനാരോഹണവും കുന്നംകുളത്ത് നടന്നു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. വൈസ്മാൻ ഡിസ്ട്രിക്ട് ഗവർണർ CK അപ്പുമോൻ അധ്യക്ഷത വഹിച്ചു. മുൻ റീജിയണൽ ഡയറക്ടർ PI അനിൽ മുഖ്യാതിഥിയായിരുന്നു. പുതിയ ഡിസ്ട്രിക്ട് ഗവർണറായി ബിന്ദു അപ്പുമോൻ ചുമതലയേറ്റു. മുൻ ഡിസ്ട്രിക്ട് സെക്രട്ടറി PC സണ്ണി, കുന്നംകുളം വൈസ്മാൻ ക്ലബ്ബ് പ്രസിഡന്റ് ഷൈജൻ C ജോബ്, സെക്രട്ടറി വർഗീസ് ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. CPM മതിലകം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മതിലകം പാരാമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ഷീജ ബാബു അധ്യക്ഷത വഹിച്ചു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, ലോക്കൽ സെക്രട്ടറി PH അമീർ, PH നിയാസ്, TS ഗോപിനാഥൻ, സംസാബി സലീം എന്നിവർ സംസാരിച്ചു.
വിദ്യാർത്ഥികളിൽ വായനാ താൽപര്യം വളർത്തുന്നതിനായി വലപ്പാട് GDM LP സ്കൂളിൽ വായനാ ചന്തം പരിപാടി സംഘടിപ്പിച്ചു. മികച്ച വിദ്യാർത്ഥി വായനക്കാരനായി വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരനുമായ ബാപ്പു വലപ്പാട് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന്റെ സമർപ്പണവും നടത്തി. നാട്ടിക ശ്രീനാരായണ കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ PS ജയ ഉദ്ഘാടനം ചെയ്തു. KS ദേവാനന്ദ് വിദ്യാർത്ഥി വായനാ പുരസ്കാരം ഏറ്റുവാങ്ങി. ബാബു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. RI സക്കറിയ, പ്രധാനാധ്യാപകൻ CK ബിജോയ്, AC ലിജി, MA ശ്രീദേവി, CH അനഘലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ 10 കോടിയോളം രൂപ ചിലവാക്കി നിർമ്മിച്ച പുതിയ വജ്ര ജൂബിലി കെട്ടിടം വ്യാഴാഴ്ച മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിക്കും. പുതിയ കെട്ടിടത്തിൽ 3 ആധുനിക ലാബുകൾ പ്രവർത്തിക്കും. കൂടാതെ ഓൺലൈൻ എക്സാമിനേഷൻ സെന്റർ, കോമൺ കമ്മ്യൂണിറ്റി ലാബ്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് എന്നിവയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ TS ബാബുരാജ്, വിവിധ വകുപ്പ് മേധാവികളായ CA അരുൺ, EP അജയ്കുമാർ, PG ജിൻഡോ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം സഭാംഗണത്തിന്റെയും വിദ്യാലയ നവീകരണ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് റജുല അബ്ദുൽ വഹാബ്, SMC ചെയർമാൻ ശങ്കരനാരായണൻ, PTA വൈസ് പ്രസിഡന്റ് CM അഷ്റഫ്, OSA പ്രസിഡന്റ് വിജയൻ, പ്രിൻസിപ്പൽ V സ്മിത, പ്രധാന അധ്യാപിക ഷേർലി പെലക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ചില ബുദ്ധിമുട്ടുകൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു സ്കൂളിന്റെ അമല ആയുർവേദ വിഭാഗം മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള പ്രത്യേക ഔഷധക്കൂട്ടുമായി കർക്കിടക സ്റ്റാൾ ആരംഭിച്ചു. ആയുർവേദ വിഭാഗം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഗ്നസ് ക്ലീറ്റസ് ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് രൂപത മുൻ ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ മെറിറ്റ് ഡേ ആഘോഷം തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ചെമ്പുകാവ് ഡിവിഷൻ കൌൺസിലർ റെജി ജോയ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ആഗ്നസ്, തൃശൂർ നിർമ്മല പ്രോവിൻസ് എഡ്യൂക്കേഷൻ കൌൺസിലർ സിസ്റ്റർ പ്രസന്ന, PTA പ്രസിഡന്റ് റോബർട്ട് ഡേവിഡ്, സ്റ്റാഫ് പ്രതിനിധി ഹാംറിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. 1983 SSLC ബാച്ചിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബാച്ച് പ്രസിഡന്റ് PV അലി അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പോലീസ് SHO ആന്റണി നെറ്റോ, ചലച്ചിത്ര താരം വിനീത് വിശ്വം തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ ടൗൺ ബ്രാഞ്ച് മന്ദിരം വ്യാഴാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം 1.5 കോടി രൂപ ചെലവിൽ 3 നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് VL ജോൺസൺ, വൈസ് പ്രസിഡന്റ് റീന ഡേവിസ്, ഡയറക്ടർ OS ചന്ദ്രൻ, സെക്രട്ടറി KJ മിനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,200 രൂപ, പവന് 73,600 രൂപ. വെള്ളി ഗ്രാമിന് 115 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 4,258 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. പാവറട്ടിയിൽ മിന്നൽ ചുഴലി. ചൊവ്വന്നൂരിൽ ഇരുനില വീട് തകർന്നു വീണു. മഴ കനത്തതോടെ അപകടക്കെണിയായി ചാവക്കാട് ദേശീയപാതയിലൂടെയുള്ള യാത്ര. പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിലാണ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട പോട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തൊമ്മാനപ്പാടത്തേക്ക് മറിഞ്ഞു. 20ഓളം പേർക്ക് നിസ്സാര പരിക്കേറ്റു. വടക്കാഞ്ചേരിയിലെ ജനവാസ മേഖലയിൽ തള്ളിയ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യിക്കാതെ നഗരസഭാ അധികൃതർ. ഇതുമൂലം പകർച്ചവ്യാധി ഭീഷണിയിൽ ജനങ്ങൾ. ഉള്ളൂർക്കരയിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് തുറക്കാനുള്ള തീരുമാനം സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാകുമെന്ന ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. തൃശൂർ നഗരത്തിൽ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ പഴയ കെട്ടിടം പൊളിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. പൊളിക്കൽ നിർത്തിവെപ്പിച്ച കോർപ്പറേഷൻ.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.